ശ്രീജിത്ത് ബാബുവിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രം പൈങ്കിളി OTT-യിലേക്ക്. ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന്റെ 57-ാം ദിവസമായിരിക്കും OTT-യിൽ എത്തുക. സച്ചിൻ കോബും അനശ്വര രാജനും മുഖ്യ കഥാപാത്രങ്ങളായ ചിത്രം ഫെബ്രുവരി 14-നായിരുന്നു റിലീസ് ചെയ്തത്. വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. തിരുവനന്തപുരം ആർടെക് മാളിൽ ഇന്നലെ രാത്രി ചിത്രം പ്രദർശിപ്പിച്ചു. പുതിയ പതിപ്പിൽ വെട്ടിയത് 24 ഭാഗങ്ങൾ. നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന മരണമാസ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വിഷുവിന് റിലീസ് ചെയ്യും. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തല്ലുമാലയ്ക്ക് ശേഷം നസ്ലിൻ, ഗണപതി, ലുക്മാൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിങ്കാനയിലെ 2ാമത്തെ ഗാനം പുറത്തിറങ്ങി. വിഷു റിലീസായി ഏപ്രിൽ 10-നെത്തുന്ന ചിത്രത്തിലെ ആദ്യ ഗാനമായ എവരിഡേ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു. 2ാമത്തെ ഗാനമായ പഞ്ചാര പഞ്ച് ആലപിച്ചിരിക്കുന്നത് ആന്റണി ദാസനും വിഷ്ണു വിജയനും ചേർന്നാണ്. വടിവേലുവും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന മാരീഷൻ ചിത്രം റിലീസിനൊരുങ്ങുന്നു. 2023-ൽ റിലീസ് ചെയ്ത മാമൻ ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീഷൻ. ചിത്രം 2025 ജൂലൈയിൽ റിലീസ് ചെയ്യും.